വളരെ ഈസിയായി ഒരു ചപ്പാത്തി മേക്കർ നിർമ്മിക്കാം. അതിനാവശ്യമായ വുഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ബോക്സാണ് ആദ്യം നിർമ്മിക്കേണ്ടത്. ഈ ബോക്സിൻ്റെ ഒരു സൈഡിൽ ആ ബോക്സിനോളം ഹൈറ്റിൽ തന്നെ ഇതുപോലെ ഒരു വുഡ് പീസ് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ മോട്ടോർ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ക്ലാമ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ആവശ്യമായ ഒരു വുഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കുന്നത്. ഇതൊരു DC മോട്ടോറാണ്. 12 വോൾട്ടാണ് ഇതിൻ്റെ പവർ. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു GI ഷീറ്റ് വെച്ച് റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ശേഷം ഇതിലേക്കാണ് നമ്മൾ ആ വുഡ് പീസ് സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ വുഡ് പീസ് കറക്റ്റ് സെൻറ്റർ ആവുന്ന രീതിയിൽ തന്നെ ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കുക. ഇതാണ് ഈ മോട്ടോറിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ അലൈൻമെൻറ്റ് നോക്കി ചെയ്യുക. ഈ വുഡ് സ്ക്രൂ ചെയ്തതിന് ശേഷം ഈ മോട്ടറിലേക്ക് ഇത് നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് 12 വോൾട്ട് DC മോട്ടോറാണ്. ഈ ബോക്സിൻ്റെ സെൻട്രലായിട്ട് എന്നാൽ മുകളിലേക്ക് തട്ടാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇനി ഈ മോട്ടോർ വയ്ക്കുന്ന ബ്രാക്കറ്റ് ഈ വുഡിലേക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഈ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു PVC പൈപ്പ് ക്ലാമ്പ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കണം. ഇതിലാണ് ഇതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ഭാഗമായി ഈ ഭാഗത്തെ ഈ പൈപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 8mm കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വയറിങ്ങും മറ്റും സെറ്റാക്കുന്ന രീതിയാണ്. ഒരു CPVC പൈപ്പിനെ 2 ചെറിയ പീസുകൾ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയറിങ് സെറ്റ് ചെയ്യുന്നു. ചെറിയ 2 വയറിങ്ങാണ്. ഇതിൻ്റെ 2 സൈഡിലും വയറിങ്ങുകൾ ആവശ്യമാണ്. മൊത്തം 4 വയറിങ്
ഇതിൽ വരുന്നതായിരിക്കും. ഇനി കമ്പിയിലേക്ക് സെൻറ്ററാവുന്ന രീതിയിൽ ഈ 2 പീസ് പൈപ്പും ഇതിലേക്ക് സെറ്റ് ചെയ്യാം. 2 പീസാക്കുന്നത് ഒരു ഭാഗം ഒരു സൈഡിലേക്കും മറ്റേ ഭാഗം മറ്റേ സൈഡിലേക്കുമാണ് റൊട്ടേറ്റ് ചെയ്യുക. അടിയിലെ റൗണ്ട് പലക തിരിയുന്നതിനനുസരിച്ച് 2 സൈഡിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇനി ഇതിനെ 2 സൈഡിൽ നിന്ന് ഹോൾഡായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഹാൻഡിൽ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മോട്ടോർ സ്ഥിരമായി സെറ്റ് ചെയ്യുകയാണ്. 2 കേബിൾ കണക്ഷനുകൾ എടുത്തതിന് ശേഷം DC-യിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഒരു DC അഡാപ്റ്ററിൽ നിന്നാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. റൗണ്ട് വുഡിന് മുകളിലായി ഒരു PVC ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഒരു ഷീറ്റ് വയ്ക്കുക. അഡാപ്റ്റർ ഓൺ ചെയ്യുന്നതോടുകൂടി മെഷീൻ വർക്കാവുന്നതാണ്. ഇതുപോലെ എളുപ്പത്തിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇതുപോലെ ഈസിയായി നമുക്കൊരു ചപ്പാത്തി മെഷീൻ നിർമ്മിക്കാവുന്നതാണ്.